ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പൾസർ RS200ൻ്റെ എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ്. എയർ ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു എയർ ഫിൽറ്റർ എങ്ങനെ വെക്കാമെന്നുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പെയർ എയർ ഫിൽറ്റർ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രൊസീജിയേഴ്സ് കാണിച്ചു തരാം എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ ഫെയറിംഗ് എല്ലാം അഴിച്ച് മാറ്റി ടാങ്ക് എടുത്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് എയർ ഫിൽറ്ററിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഈ വീഡിയോയിൽ മുഴുവൻ ഇതെങ്ങനെ ഫെയറിംഗ് അഴിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇനിയുള്ള വീഡിയോസിൽ ഞാനിത് അഴിക്കുന്നത് അധികം കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. ഈ ഫ്രെയിമിങ് ഈ കവറിങ്ങൊക്കെ അഴിച്ചാൽ മാത്രമേ നമുക്ക് കൂളൻ്റിൽ റേഡിയേറ്ററിലേക്കും ചെന്നിട്ട് റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻജിൻ ഫ്ലഷ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇത് മുഴുവൻ അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും ഇത് അഴിക്കുന്നത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഈ അഴിക്കുന്നത് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിക്കുന്നത്. വെറുതെ അഴിക്കുന്നതല്ല, അതിനകത്ത് തന്നെ ഞാൻ ആ ഫിൽറ്റർ ഊരുന്നത് വരെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ 12ൻ്റെ ഒരു സ്പാനർ, പിന്നെ 8ൻ്റെ ഒരു സ്പാനർ, പിന്നെ 5ൻ്റെ ഒരലങ്കി, പിന്നീട് 4ൻ്റെ ഒരലങ്കി. ഇത്രയാണ് വേണ്ടത്. ഇത്ര ഉപയോഗിച്ച് നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ചില സ്ക്രൂ നല്ല ടൈറ്റായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ WD-40 അടിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ഫെയറിങ് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന എല്ലാ സ്ക്രൂവും മാറ്റണം. ഈ മിററും വൈസറും നമ്പർ ബോർഡൊന്നും അഴിക്കേണ്ടതായിട്ടില്ല. ചില വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടു. അങ്ങനെ അഴിക്കാതെ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിന് ഈ സീറ്റ് രണ്ടും അഴിച്ച് മാറ്റേണ്ടി വരും. കാരണം ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമുക്ക് അഴിക്കണമെങ്കിൽ സീറ്റ് മാറ്റേണ്ടി വരും. ഓക്കെ, തുടങ്ങാം. ഇതല്ലാതെ വരുന്നത് സ്ക്രൂസ് ഞാൻ കാണിച്ചിരുന്നു. ഈ ഇരിക്കുന്ന സ്ക്രൂ എല്ലാം അഴിക്കണം. മീറ്റർ കൺസോളിൻ്റെ അത് അഴിക്കണം. സ്ക്രൂ താഴെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതെല്ലാം അഴിക്കണം. ഈ ഫെയറിങ് ഇത് മൊത്തം കംപ്ലീറ്റ് അഴിക്കണം. ഇവിടെയൊക്കെ സ്ക്രൂ ഉണ്ട്, അതെല്ലാം അഴിക്കണം. ഓക്കെ, സീറ്റ് അഴിക്കുന്നതിന് എളുപ്പത്തിനാണ് ഞാൻ ഈ 10ൻ്റെ തന്നെ ഒരു ടീ സ്പാനർ എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാ സ്പാനർ വെച്ചിട്ട് ഒത്തിരി സമയം പോകും. അതുകൊണ്ടാണ് ടീ സ്പാനർ വയ്ക്കുന്നത്. കണ്ടില്ലേ, ഈ സ്ക്രൂ അഴിക്കണം. ഇതുപോലെ അപ്പുറത്തും ഒരു സ്ക്രൂ ഉണ്ട്. അപ്പുറത്തെ സൈഡുള്ളത് നമുക്ക് പിന്നെ എടുക്കാം. അത് ഈ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രസ് ബട്ടണാണ്, അത് വേണ്ട, അത് മിസ്സായിപ്പോയി. നമ്മളിതിൽ സ്ക്രൂ എല്ലാം അഴിച്ചു. ഇവിടെ ഒരു പ്രസ് ബട്ടണുണ്ട്. ബട്ടണല്ല, ഒരു പിടുത്തമുണ്ട്. നമ്മളതിങ്ങനെ ബാക്കിലേക്ക് വലിക്കണം. അതിന് ശേഷം ഇതിങ്ങനെ ഊരി വരും. കണ്ടില്ലേ, മാറ്റി വയ്ക്കും. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇളക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇവിടെയുള്ള സ്ക്രൂ ഇളക്കണം. അതിനായി നമുക്ക് 5ൻ്റെ അലങ്കിയാണ് വേണ്ടത്. ഇതൊക്കെ ഈ സ്ക്രൂവിനൊക്കെ ഇളക്കുന്നതിന് വേണ്ടി. കണ്ടോ, ഇത് വലിയ സ്ക്രൂ 5ൻ്റെതും ബാക്കി ചെറുതൊക്കെ 4ഉമാണ്. നമ്മൾ മീറ്റർ കൺസോളിൻ്റെ മുകളിലുള്ള ഈ 2 സ്ക്രൂ ഇളകണം. അതും 4ൻ്റെതാണ്. ആ സ്ക്രൂ മറ്റേതിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷേ നീളം കൂടുതലാണ്.
കുറച്ച് അധികം സമയം കറക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഫ്രെയിമിലോട്ട് കണക്റ്റ് ആയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന സ്ക്രൂ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ടാങ്കിൻ്റെ ഇവിടെ 2 സ്ക്രൂ ഇരിപ്പുണ്ട്, കണ്ടോ? ടാങ്കിലോട്ട് കണക്ട് ചെയ്യിക്കുന്നത്. ഇത് 5-ൻ്റെ ഇതാണ് വെക്കേണ്ടത്. ഇത് നമുക്ക് അൺസ്ക്രൂ ചെയ്യണം. ഇപ്പുറത്തെ സൈഡിൽ ടാങ്കിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടായിരുന്നു ഇവിടെ, അതുകൂടി. ഇതിനകത്തൊക്കെ ഇനി കുറച്ച് സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഇവിടുത്തെ സ്ക്രൂ, ഇത് 8-ൻ്റെ സ്പാനർ കൊണ്ട് ഇളക്കാൻ പറ്റുന്നതാണ്. ഇത് ഊരി. അതുപോലെ ഇവിടെയുണ്ട്. നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടത്തില്ല ഇങ്ങനെ ഒരു സ്ക്രൂ ഉള്ളത്. ഇനി നമുക്ക് ഇത് അഴിക്കേണ്ടതായിട്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഇതുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് അഴിക്കേണ്ടി വരും. ഇപ്പം നമ്മളിതിലെ സ്ക്രൂ എല്ലാം അഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് റിമൂവ് ചെയ്യണം. അതിന് പയ്യെ ഇവിടെ ഒരു ലോക്കുണ്ട്. ഇവിടെ ലോക്ക് നമ്മൾ ഒന്നെങ്കിൽ സ്ക്രൂ ഡ്രൈവറിൻ്റെ മൈനസ് വെച്ചിട്ട് ഇവിടെ ഒന്ന് പിടിച്ചെടുത്താൽ മതി. ഉണ്ടോ ഈ ലോക്ക്? ഇത് ഫ്രെയിം നമുക്ക് ഈ മീറ്റർ കൺസോളിൻ്റെ ഈ കവറിങ് നമുക്ക് മാറ്റിയാൽ ഇതിനകത്തുള്ള സ്ക്രൂ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പയ്യെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ലോക്കുണ്ട്. പൊട്ടിക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ പ്രഷർ കൊടുത്ത് കണ്ടോ? ഇപ്പോൾ നമ്മളിത് മാറ്റിയെടുത്തു. ഇനി ഇതിനകത്ത് ഈ സ്ക്രൂ ഇരിപ്പുണ്ട്. ഇതുണ്ടോ? ഈ സ്ക്രൂ ഇളക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ആ സ്ക്രൂ ഉണ്ട്. ഇനി നമ്മളിതിനെ പയ്യെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രെയിം ഇങ്ങനെ ഇളകി വരും. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് വളക്കണം. ഇനി നമ്മൾ ഈ ടാങ്കിൻ്റെ കവറാണ് ഇളക്കുന്നത്. ഈ ടാങ്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ മുകളിലുള്ള ഈ പ്ലാസ്റ്റിക് കവർ ഫൈബർ കവർ നമുക്ക് റിമൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സൈഡ് കവർ എടുത്തു. ഇനി നമ്മൾ ഇത് അൺസ്ക്രൂ ചെയ്യണം. ഇതിന് ടാങ്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ടാങ്കിൻ്റെ കവറുമായിട്ട്. ഇപ്പോൾ നമ്മളിവിടുത്തെ എല്ലാ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തതിന് സ്ഥിതിക്ക് നമുക്കിനി ഇത് പുള്ളി ഇതെടുത്താൽ മതി. അതായത് 2 സൈഡിൽ നിന്നും ഇങ്ങനെ വലിച്ചതിന് ശേഷം പയ്യെ പൊക്കിയെടുക്കണം. 2 സൈഡും കൂടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പുള്ളി ചെയ്ത് കണ്ടോ? ടാങ്കിൻ്റെ കവർ ഇതാണ് പൾസർ RS200ൻ്റെ ഫ്യൂൽ ടാങ്ക്. ഓക്കെ, നമുക്കിനി ഫ്യൂൽ ടാങ്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഫ്യൂൽ ടാങ്ക് എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിലാണ് എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. എയർ ഫിൽറ്റർ ആക്സസ് ചെയ്യണമെങ്കിൽ ടാങ്ക് മാറ്റിയേ പറ്റത്തുള്ളൂ. അതിനാണ് നമുക്ക് 12-ൻ്റെ സ്പാനറിൻ്റെ ആവശ്യം. 12-ൻ്റെ റിംഗ് സ്പാനറാണ് ഈ ബോൾട്ടിൻ്റെ കണക്ക്. ഇതിനടുത്ത് ഇതാണ് സ്ക്രൂ ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, ടാങ്കിൽ ഫ്യൂവൽ കുറച്ചേ ഉള്ളൂവെങ്കിൽ എടുക്കാനും തിരിച്ച് വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. ടാങ്കിൽ ഫ്യൂവൽ ഉണ്ടെങ്കിൽ അത്രയും വെയിറ്റ് നമ്മളെടുത്ത് മാറ്റേണ്ടി വരും. ഇനി നമ്മൾ ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഡിസ്കണക്ട് ചെയ്യണം. ഈ പച്ച ഇതുപോലെ ഇനി ഇതിൻ്റെ അടിയിൽ നമ്മുടെ പമ്പിൻ്റെ ഒരു ഇത് വരും, അത് മാറ്റാം. പയ്യെ എടുത്തിങ്ങനെ കണ്ടോ? ഇതാണ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടത്.
ഈ നീല ബട്ടൺ പ്രസ് ചെയ്ത് വലിച്ചാൽ ഊരി വരും. പിന്നെ അടുത്ത നമുക്ക് ഇത് പമ്പിൽ നിന്നുള്ള ഇത് ഈ കേബിൾ ഡിസ്കണക്ട് ചെയ്യണം. നമ്മുടെ ഫ്യൂവൽ പമ്പിലേക്കുള്ള കണക്ഷനാണ് ഇത്. ഇത് പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി. കുറച്ച് ഫ്യൂവൽ ലീക്ക് പേടിക്കേണ്ട, കുറച്ചേ ലീക്ക് ചെയ്യത്തുള്ളൂ. കുറച്ച് എളുപ്പത്തിന് നമുക്കിത് പുറത്തോട്ടിങ്ങനെ എടുത്തിട്ട് വലിക്കാം. നമ്മളിതിനെ ഫ്യൂവൽ ലീക്ക് ചെയ്യാതെ ഇങ്ങനെ വെക്കണം. ഈ ഓപ്പണിംഗ് വാൽവ് പുറത്തോട്ട് കാണുന്ന രീതിയിൽ ചാരി വയ്ക്കണം. വരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ. ഇതാണ് ഈ കേസ് ഊരിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ഫിൽട്ടർ ഇരിക്കും. ഓക്കെ, 8-ൻ്റെ സ്പാനറാണ് വേണ്ടത്. എളുപ്പത്തിന് വേണ്ടി നമുക്ക് ടീ സ്പാനർ വേണമെങ്കിൽ ഉപയോഗിക്കാം. 8-ൻ്റെ ടീ എടുത്ത് വെച്ചാൽ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ എയർ ഫിൽട്ടർ. എയർ ഫിൽട്ടറിൻ്റെ ഇത് ലോക്കുണ്ട്. ഇത് മാറാറായ എയർ ഫിൽട്ടറാണ്. ഒത്തിരി അഴുക്കായ എയർ ഫിൽട്ടറാണ്. നമ്മളിത് ഊരുന്ന സമയത്ത് പുതിയൊരു എയർ ഫിൽട്ടർ മേടിച്ച് ഇതിനകത്തോട്ട് തിരിച്ചങ്ങ് വെച്ചാൽ മതി. ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ലോക്ക് ചെയ്യുക, തിരിച്ചെടുത്ത് വയ്ക്കുക. തുറന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. ഇതിനകത്ത് ഇതാണ് നമ്മുടെ സൈഡ്, ഇതാണ് നമ്മുടെ കൂളൻറ്റിൻ്റെ ലെവൽ. ഇത് കൂളൻറ്റിൻ്റെ റിസർവോയറാണ്. നമ്മുടെ റേഡിയേറ്ററിലേക്കുള്ള കണക്ഷനാണ്. നമ്മളിതെങ്ങനെയാണ് റേഡിയേറ്ററിലുള്ള അകത്തുള്ള കൂളൻറ്റ് ഫ്ലഷ് ചെയ്യുന്നതെന്നും ഈ കൂളൻറ്റ് ഫ്ലഷ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഉടൻ തന്നെ എടുക്കുന്നതായിരിക്കും. ഊരുന്ന പ്രൊസീജിയേഴ്സ് ഇതാണ്. അത് ഊരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളൻറ്റ് ഫ്ലഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്ത പോലെ ഈ ഫ്രെയിം എല്ലാം അഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കവറുണ്ടല്ലോ, ഈ റബ്ബർ ഷീറ്റ് ഇരിക്കുന്നത് കണ്ടോ. ഈ റബ്ബർ ഷീറ്റിൻ്റെ അടിയിലാണ് നമ്മുടെ എൻജിൻ്റെ ഹെഡ് വരുന്നത്. ഈ ബോൾട്ട് കണ്ടില്ലേ, ഈ 4 ബോൾട്ട് അത്രയും അഴുക്കാണ്. ഈ ബോൾട്ടുകൾ അഴിച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ ഹെഡ് അഴിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ആ ട്യൂണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വേറെ വരുന്ന വീഡിയോകളിൽ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് തുറന്നത് കൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. തിരിച്ചടച്ചതുപോലെ വയ്ക്കുക. അതുപോലെ തന്നെ ഷോക്ക് അബ്സോർബർ നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ബാക്കിലത്തെ സസ്പെൻഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര റിമൂവ് ചെയ്യണം. ഈ സ്ക്രൂ അൺസ്ക്രൂ ചെയ്താൽ മാത്രമേ നമുക്ക് സസ്പെൻഷനിലേക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. ഈ സ്ക്രൂവും അഴിക്കുക. ഇതിൻ്റെ താഴെയുള്ള സ്ക്രൂ ഉണ്ട്, അതുകൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ മാറ്റി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ റെക്ടിഫയർ എന്തെങ്കിലും ചെയ്യണോ RR. ഇപ്പം നമ്മളിതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്കിത് തിരിച്ച് വയ്ക്കാം. ഓക്കെ, അതുപോലെ എടുക്കുക, ഇതിലോട്ട് വയ്ക്കുക. അത് നമ്മുടെ ഈ കണക്ട് എടുത്ത് പ്രസ് ചെയ്താൽ മതിയാവും. കടക്ക് ശബ്ദം കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് സെക്യൂർ ആയെന്ന് അർത്ഥം. അത് വെച്ചു. ഇനി ഈ നീല അതുപോലെ വയ്ക്കുക. എന്നിട്ട് പച്ച, ഇവിടെ ഈ പച്ചയുടെ ഇതെടുത്ത് ഇത് കണക്ട് ചെയ്യുക. ഇനി എല്ലാ സ്ക്രൂവും ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടോ എന്ന് നോക്കാം. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഇവിടുത്തെ കണക്ഷൻസ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെന്നാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീചെക്ക് ചെയ്യണം നമ്മൾ എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന്. ഓക്കെ, വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം ഓക്കെയാണ്. നമുക്കിനി സ്ക്രൂ ടൈറ്റ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെയാണ് RS200ൻ്റെ കവറിങ് ഇളക്കുന്നതും എയർ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നതും. ഓക്കെ, ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് കൂളൻ്റ് മാറുന്നതിനൊക്കെ ഉള്ളത്. ഈ ഫ്രെയിം ഇളക്കുന്നതാണ് ഏറ്റവും ടഫായിട്ടുള്ളത്. അകത്തുള്ള പണികളെല്ലാം എളുപ്പമാണ്. ഏറ്റവും സമയം മെനക്കെടുത്തുന്ന സാധനമാണ് നമ്മുടെ ഈ ഫ്രെയിം ഇളക്കുന്നത്. ഈ ഇളക്കുന്നതിൻ്റെ ഒരു സ്ക്രൂ നമ്മൾ മിസ്സാക്കാൻ പാടില്ല. ഇളക്കിയ സ്ക്രൂ അല്ല, അതുപോലെ തന്നെ തിരിച്ച് വെക്കണം. അഥവാ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇത് സ്ക്രൂ എവിടെ നിന്ന് എടുത്തെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവായി കിട്ടും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ്.